ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സൂറത്തുൽ ബഖറയുടെ 128-ാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. ഇന്നലെ നാം പഠിച്ച ദുആഇൻ്റെ തുടർച്ച തന്നെയാണ്. വിശദമായ കാബ ശരീഫ് നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ചെയ്ത പ്രാർത്ഥനയുടെ തുടർച്ചയാണ്. ആദ്യം തന്നെ റബ്ബന വജ്അൽനാ മുസ്ലിമൈനി ലക് എന്ന ഭാഗമാണ്. അല്ലാഹു തആല തന്നൊരു അനുഗ്രഹമാണല്ലോ മുസ്ലിം ആവുക എന്നുള്ളത്. അപ്പോൾ അത് നിലനിർത്താൻ വേണ്ടി പ്രവാചകനായിരുന്നിട്ടും ഞങ്ങളെ മുസ്ലിം ആക്കണേ എന്ന് പ്രാർത്ഥന. അല്ലാഹു തന്ന ഈ ഒരു അനുഗ്രഹം നിലനിന്ന് കിട്ടാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. ഇതിനോടൊപ്പം തന്നെ വമിൻ ദുർരിയ്യത്തിന ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്ത് തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്ത് നിർത്തിയില്ല, തങ്ങളുടെ സന്താന പരമ്പരകൾക്കും വേണ്ടി. സ്വന്തം രക്ഷയോടൊപ്പം തന്നെ മക്കളുടെയും വരാനിരിക്കുന്ന തലമുറയുടെയും ഈമാനികമായ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള, അവർക്കും ഈ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുവാനും അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീഖിനും വേണ്ടിയാണ് തുടർന്നുള്ള ഭാഗത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. അതിനോടൊപ്പം തന്നെ അരിന മനാസിക്കന, ആരാധനാകർമ്മങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി കാണിച്ചു തരണമെന്നുള്ള വിനയമായ ഒരു പ്രാർത്ഥന. ഇതിൻ്റെ ഫലമായിരുന്നു എത്ര വിശുദ്ധമായ ഹജ്ജ്, ഉംറ തുടങ്ങിയ കർമ്മങ്ങളൊക്കെ അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തത്. ഇതിൻ്റെ ഫലം കൂടിയാണെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. അവസാനം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. വിശുദ്ധമായ കാബ ശരീഫ് പണിയുന്ന സന്ദർഭത്തിലും അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചുകൊണ്ട് നീ ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണമേ എന്ന ഒരു തൗബ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണിത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാബ ശരീഫ് നിർമ്മിച്ച സന്ദർഭത്തിൽ ചൊല്ലിയ ദുആ ചെയ്ത പ്രാർത്ഥന കൂടിയാണ്. അർത്ഥം മനസ്സിലാക്കി നല്ലതുപോലെ എല്ലാ കുട്ടികളും പഠിക്കുക. അല്ലാഹു തആല ജീവിതത്തിൽ നിലനിർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.